അതിപ്പോഴത്തെ ശനിവാരം അല്ലെങ്കിൽ സൂര്യ സാറ്റർഡേ കുറച്ച് നാൾ മുമ്പാണ് OTT റിലീസ് ആയിരിക്കുന്നത്. പടത്തിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നല്ലൊരു സിനിമയാണ്. പക്ഷെ ഭയങ്കര ഓവറായിട്ട് ഒന്നും ഫൈറ്റും അല്ലെങ്കിൽ ഓവറായിട്ട് ഭയങ്കര സീനുകളൊക്കെ ഉണ്ടാവുമെന്ന് വിചാരിച്ചിട്ട് നിങ്ങൾ ഈ പടം കാണരുത്. ഒരു 3 മണിക്കൂറിൻ്റെ അവിടേക്കുണ്ട്. 2 സംതിങ് എത്ര ഉണ്ട് പടം എന്ന് പറയുന്നത്. 2 സംതിങ് ലാഗ് അങ്ങനെ ഫീൽ ചെയ്യില്ല. പക്ഷേ നമുക്ക് ഫസ്റ്റ് ഹാഫ് കഴിഞ്ഞതിന് ശേഷമാണ് കഥ ശരിക്കും ഇൻട്രസ്റ്റിംഗ് ആയി വരുള്ളൂ. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ മെയിൻ 2 കഥാപാത്രങ്ങൾ കൊണ്ടുപോകുന്ന സിനിമയാണ്. ഒന്ന് നമ്മുടെ നാനി, പിന്നെ അതേപോലെ എസ്.ജെ. സൂര്യ. എസ്.ജെ. സൂര്യനെ വെച്ച് പറയുകയാണെങ്കിൽ ഒരു പടി മുമ്പിലാണ്. നാനിനേക്കാളും ഒരു പടി മുമ്പിലാണ് ആ ക്യാരക്ടർ. പണ്ടാറായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. ഡാവിനെ പിന്നെ നമുക്ക് പറയേണ്ട ആവശ്യമില്ല. പ്രോമിസിംഗ് ആയിട്ടുള്ള ഒരു ആക്ടറാണ്. നാനി നന്നായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. ഇപ്പം നാനിയുടെ എല്ലാ സിനിമകളെ വെച്ച് നോക്കുമ്പോൾ ഈ സിനിമ അതേപോലെ അയാൾ ചെയ്യണ ഒരു നാച്ചുറൽ ടച്ച് ഇതിലേക്ക് കൊണ്ടുവന്നുണ്ട്. പിന്നെ എനിക്ക് നടീനെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. കാരണം ഇപ്പോൾ കുറച്ച് അല്ല തുടക്ക സമയത്ത് കുറച്ച് ഓവറായിട്ടൊക്കെയാണ് ചെയ്തിട്ട് ഉണ്ടായിരുന്നത്. പക്ഷേ ഇതിൽ ഒരു ഓവറായിട്ടുള്ളൊന്നുമില്ല. അതിപ്പോൾ ഫൈറ്റ് ആയാലും ശരി, അതിപ്പോൾ സീനായാലും ശരി, ഇമോഷൻസ് കുറച്ച് ഇതിൽ ഇട്ടിട്ടുണ്ട്. എല്ലാ തെലുങ്ക് സിനിമകൾ പോലെ അത്ര ഇല്ലെങ്കിലും കുറച്ച് ഇമോഷൻ ഇതിലിട്ടുണ്ട്. ഫസ്റ്റ് ഹാഫ് എന്ന് പറയണത് നടൻ്റെ ചെറുപ്പം തൊട്ട് പിന്നെ അവൻ വളർന്ന് വലുതായി വന്നിട്ട് അവൻ്റെ ലൈഫിൽ ഉണ്ടാവുന്ന ഒരു സന്ദർഭം കാണിക്കുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ സിനിമകളിലും കാണുന്ന പോലെ ഇതിലത്തെ ക്യാരക്ടറെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ കൊണ്ടുപോകുന്നു. ചെറിയ ചെറിയ ക്ലാഷുകളും കാര്യങ്ങളൊക്കെ ആയിട്ട് നടങ്ങനെ പോയി. അത് കഴിഞ്ഞിട്ട് പിന്നെ എസ്.ജെ. സൂര്യനായിട്ട് ഉള്ള എന്താ പറയുക, എസ്.ജെ. സൂര്യനായിട്ടുള്ള പിന്നെ അവിടുന്ന് ഉണ്ടാവുന്ന കാര്യങ്ങളൊക്കെയാണ് അവരുടെ ലൈഫിൽ രണ്ടുപേർക്ക് ഉണ്ടാവുന്ന കാര്യങ്ങളൊക്കെയാണ് കാണിക്കണത്. പിന്നെ ഫൈറ്റിനെ കുറിച്ച് പറയാനാണെങ്കിൽ ഫൈറ്റ് നോർമൽ ഫൈറ്റാണ്. ഇപ്പോൾ ഭയങ്കര ഓവറായിട്ടുള്ള ഫൈറ്റൊന്നുമല്ല. പക്ഷെ ഫൈറ്റ് കൊറിയോഗ്രാഫി ചെയ്തേക്കുന്നത് ഭയങ്കര ഇഷ്ടമായി. കാരണം രണ്ട് സീന് 2 ഫൈറ്റാണ് ശരിക്കും ഇതിൽ മെയിനായിട്ട്. 2 ഫൈറ്റല്ല, ക്ലൈമാക്സിൽ ഒരു ഫൈറ്റ് ഉണ്ട്. പക്ഷേ എനിക്ക് 2 ഫൈറ്റാണ് ഇഷ്ടമായത്. ഒന്ന് ഹോസ്പിറ്റലിൽ ഇരിക്കുന്ന ഒരു സീൻ ഉണ്ട്. അത് കഴിഞ്ഞിട്ട് അവിടെ ചെറിയൊരു ഫൈറ്റ് കുറച്ച് സേവ കൊടുത്ത് നൈസാക്കിയിട്ടൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷെ കൊറിയോഗ്രാഫി ചെയ്തിരിക്കുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമായി. അതൊരു രസമുണ്ട്. പിന്നെ എന്ന് പറയണത് വീട്ടിൻ്റെ ഉള്ളിലുള്ള ഒരു ഫൈറ്റ് സീൻ ഉണ്ട്. അതിൻ്റെ ഉള്ളിൽ ഒരു ക്യാമറ മൂവ്മെന്റ് ഉണ്ട്. സർക്കിളിൻ്റെ ഉള്ളിൽ കിടന്നിട്ടുള്ള ഒരു ഇടിയുണ്ട്. അത് ഭയങ്കര ഇഷ്ടമായി എനിക്ക്. അതൊക്കെ ഇങ്ങനെയുള്ള കുറേ മേക്കിംഗ് പരമായിട്ട് ഇതിൽ കുറെ കയറ്റിയിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് നമുക്ക് അത്രയും പൊട്ട പടം എന്ന് ഒരിക്കലും പറയാൻ പറ്റില്ല. ഏവറേജ് അല്ല, എന്നാൽ നല്ല പടമല്ല. ഇതിൻ്റെയൊക്കെ നടുക്കിൽ നിൽക്കുന്ന ഒരു പടമാണ്. എസ് ജയസൂര്യ ഉള്ളത് കൊണ്ട് നമുക്ക് പടം എന്തായാലും കാണാനായിട്ട് തോന്നും. അപ്പൊ ഇതൊക്കെയാണ് നമുക്ക് ഈ പടത്തിനെ കുറിച്ച് പറയാനുള്ളത്. റൊമാൻസ് ഉണ്ട്, അതേപോലെ എല്ലാം ഉണ്ട്. പക്ഷെ ഞാൻ പറഞ്ഞല്ലോ, ഭയങ്കര ഓവറായിട്ടും അല്ല, എന്നാൽ ഭയങ്കര നോർമലല്ല. ഇത് ട്രീറ്റ് ചെയ്തേക്കുന്നത് ഇത്തിരി ചെറിയ ചെറിയ ഇലമെന്റ്സ് ഒക്കെ ഏഡ് ചെയ്ത് വ്യത്യാസത്തിൽ ചെറുതാക്കിയിട്ട് ചെയ്തിട്ടുള്ളൂ. പക്ഷെ നോർമലായിട്ട് നമ്മൾ സാധാ ഒരു പടം കാണുന്ന ഒരു ഫീലിന് കിട്ടുള്ളൂ. ഫൈറ്റ് പടം എന്ന് പറഞ്ഞാലുള്ള ഒരു ഇതൊന്നും കിട്ടില്ല. ക്ലൈമാക്സിൽ എനിക്ക് ഇഷ്ടമായില്ല. ക്ലൈമാക്സിൽ ഇഷ്ടമാണെന്ന് വെച്ചാൽ അവൻ്റെ അച്ഛൻ വന്നൊന്ന് വിവരിക്കുന്ന കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊന്നും വേണ്ടായിരുന്നു എന്ന് എനിക്ക് തോന്നി. ഇപ്പൊ പിന്നെ ക്ലൈമാക്സിൽ ഒട്ടുമിക്ക എല്ലായിടത്തും ഫൈറ്റിന്റെ സമയത്ത് ഇരുന്ന് കുറച്ച് വർത്താനൊക്കെ പറഞ്ഞിട്ടല്ലേ അപ്പൊ ഫൈറ്റ് ഒക്കെ ചില സിനിമകളിലൊക്കെ ഇപ്പൊ അങ്ങനെയാണ്. ആ ഒരു മൂഡാണ് ഇതിലേക്ക് കൊണ്ടുവന്നത്. കാണാത്തവരെ ജസ്റ്റ് കണ്ടു നോക്കുക. എന്തായാലും നിങ്ങൾക്ക് കണ്ടതിന് വേസ്റ്റ് ആവില്ല. അപ്പോൾ നിങ്ങൾക്ക് വല്ല അഭിപ്രായം പറയുകയാണെങ്കിൽ അടിയിൽ രേഖപ്പെടുത്താം. മറ്റൊരു വീഡിയോ ആയിട്ട് എല്ലാവർക്കും